ചുമ്മാ ഒരു 5000 രൂപ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും? ഇല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ 5000 രൂപ ലോൺ തരട്ടെ. ചുമ്മാ കിട്ടുന്നതല്ലേ, അതിന് യാതൊരു വിധമായിട്ടുള്ള ഗ്യാരണ്ടിയും കൊടുക്കേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ യെസ് എന്ന് പറയുന്നവരാവും നമ്മിൽ ഭൂരിഭാഗവും. കോവിഡിന് ശേഷം നമ്മുടെ നാട് കണ്ട വലിയ ഒരു തട്ടിപ്പാണ് ലോൺ ആപ്പ് തട്ടിപ്പ്. ലോൺ ആപ്പ് എടുത്ത് ആപ്പിലായവരുടെ എണ്ണം അനേകമാണ്. കഴിഞ്ഞ വർഷം എറണാകുളം ജില്ലയിലെ കടമക്കുടിയിൽ ഒരു കുടുംബം ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ലോൺ എടുത്താൽ 5000 രൂപ ലോൺ എടുത്താൽ എങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ഈ ലോൺ ആപ്പുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ ലോൺ തിരിച്ചടിച്ചല്ല എങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള വളരെ മ്ലേച്ഛകരമായിട്ടുള്ള ചില മാർഗ്ഗങ്ങളും ഉപയോഗിക്കാറുണ്ട്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഫോണിലേക്ക് പരിചിതമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് ഒരു 1.5 കൊല്ലം മുമ്പ് എത്തി. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: എൻ്റെ അടുത്ത ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് 5000 രൂപ അവരിൽ നിന്ന് വായ്പ വാങ്ങിയിരിക്കുന്നു, തിരിച്ചു തരുന്നില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, താങ്കൾ ഒന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് 5000 രൂപ മേടിച്ചു തരണം എന്നുള്ളതായിരുന്നു ആ മെസ്സേജ്. എനിക്ക് അത്ഭുതമായി. എൻ്റെ നമ്പർ എങ്ങനെയായിരിക്കാം കിട്ടിയിരിക്കുക? തുടർന്നാണ് ഈ ലോൺ ആപ്പുകളെ പറ്റി ഞാൻ ഒന്ന് പഠിച്ചത്. അപ്പോൾ മനസ്സിലായത്, അവർ ആപ്പുകൾ കൊടുക്കുമ്പോൾ തന്നെ, ലോൺ കൊടുക്കുമ്പോൾ തന്നെ ഇത് തിരിച്ചടയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു അനുവാദം മേടിക്കുന്നുണ്ട്, നമ്മുടെ ചാറ്റ് ഹിസ്റ്ററികൾ നോക്കുവാനായിട്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന നമ്പറുകൾ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു അനുവാദം. ആ അനുവാദം വെച്ചുകൊണ്ട് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളോട് ഇവർ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കലാണ് ആദ്യ പരിപാടി. അതിൻ്റെ കൂടുതൽ മോശമായൊരവസ്ഥ എന്ന് പറയുന്നത്, ഇവരുടെ ചിത്രങ്ങൾ അവരുടെ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഫോണിൽ നിന്നെടുത്ത മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കാശ് തിരിച്ചു മേടിക്കുക. മറ്റു ചിലർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങൾ, ഇവരുടെ അശ്ലീല സൈറ്റുകളിൽ നിന്നുള്ള ലിങ്കുകൾ ഇട്ട് കൊടുക്കുക. ഈ കടമക്കുടിയിലുണ്ടായ മരണത്തിന് കാരണം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു വീട്ടമ്മയുടെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചത് വഴിയുണ്ടായ മാനസിക വ്യതയിൽ നിന്നായിരുന്നു ഈ മരണം ഉണ്ടായത്, ആത്മഹത്യയിലേക്ക് നയിച്ചത്.